നമസ്കാരം മണിക്കരേട്ടാ. ഞാനെല്ലാം മറന്നു എന്ന് നീ കരുതി അല്ലടാ വേണ്ടി. ക്ഷമിക്കണം, ഇതൊരു സിനിമ ഡയലോഗാണ്. സിനിമ ഏതാണെന്ന് പിടികിട്ടി കാണും. ഈ ഡയലോഗ് പറയുന്ന കഥാപാത്രന്റെ പേരും ചിലർക്കൊക്കെ മനസ്സിലായി കാണും. GK എന്ന ജി കൃഷ്ണമൂർത്തിയാണോ അതോ വിശ്വനാഥാണോ? എന്തായാലും ആ കഥാപാത്രത്തിന് ജീവൻ നൽകിയ നടനെ ആരും മറന്നു കാണില്ല. മമ്മൂട്ടി. സിനിമയുടെ പേര് ന്യൂഡൽഹി. ഭ്രാന്തുള്ളവനാണ് ഷോക്ക് ട്രീറ്റ്മെന്റ്. അതില്ലാത്തവൻ അതനുഭവിക്കുമ്പോഴുള്ള വേദന നീ അറിഞ്ഞിട്ടില്ല. നിന്നെ ഞാനത് അറിയിക്കും. മലയാള സിനിമയ്ക്കും മമ്മൂട്ടിക്കും ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായ സിനിമയാണ് ന്യൂഡൽഹി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജോഷി എന്ന മെഗാ ഡയറക്ടർക്കും നിർമ്മാതാവ് ജോയ് തോമസിനും പ്രത്യേക അഭിനന്ദനം. ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറിട്ടൊരു അനുഭവമായി മാറിയ ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഡെന്നീസ് ജോസഫ്. തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടു. മമ്മൂട്ടിയോടൊപ്പം സുരേഷ് ഗോപി, ദേവൻ, ജഗന്നാഥ് വർമ്മ, വിജയരാഘവൻ, സിദ്ദീഖ്, മോഹൻ ജോസ്, സുമലത ഉർവശി തുടങ്ങിയ വമ്പൻ താരനിര. നടരാജ് വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച തമിഴ് നടൻ ത്യാഗരാജൻ മലയാളി പ്രേക്ഷകർക്ക് പുതുമയുള്ള കാഴ്ചയായി. ഇന്നും ആ ചിത്രം കണ്ടാൽ ഒരു രംഗം പോലും ബോറടിപ്പിക്കില്ല എന്നത് നിസ്സംശയം പറയാം. അമ്മാതിരി മേക്കിംഗ്. ഛായാഗ്രഹണം ജയാനന്ദ് വിൻസെന്റ്. ഇപ്പോഴും നീ എൻ്റെ ആരെല്ലാമാണ്, നിനക്കങ്ങനെ അല്ലെങ്കിൽ. ന്യൂഡൽഹിയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായി ജോലി ചെയ്തിരുന്ന GK എങ്ങനെ വിശ്വനാഥ ആയി എന്നറിയാൻ ആഗ്രഹമുള്ളവർ ഈ സിനിമ കാണുക. ക്രിയേറ്റർ, സൃഷ്ടാവ്, ദൈവം. സുരേഷ് പറഞ്ഞത് ശരിയാണ്. ഐ ആം ഗോഡ്, മീഡിയ ഗോഡ്. ഇവിടെ പലരുടെയും തലയിൽ എഴുതുന്നതും മായ്ക്കുന്നതും ഞാനാണ്. വിശ്വനാഥൻ, വിശ്വത്തിൻ്റെ നാഥൻ.